മറ്റു വാർത്തകളിലേക്ക് പി.സി. ജോർജിനെ അയോഗ്യനാക്കിയ സ്പീക്കറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ജോർജിന്റെ രാജിക്കത്തിൽ നിയമാനുസൃത നടപടി സ്വീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേർന്നു. സാലി, പി.സി. ജോർജ് സ്പീക്കറുടെ നടപടിക്കെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഇപ്പോഴത്തെ ഈ വിധി വന്നിരിക്കുന്നത്. കോടതി നിരീക്ഷിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മനു, സ്പീക്കറുടെ നടപടി ഏകപക്ഷീയമെന്നാണ് ജസ്റ്റിസ് ചിദംബരേഷ് വ്യക്തമാക്കിയത്. പി.സി. ജോർജിന്റെ ഭാഗം കേൾക്കാതെയാണ് സ്പീക്കർ ഏകപക്ഷീയമായി ഇത്തരം നടപടി സ്വീകരിച്ചത്. പി.സി. ജോർജിന്റെ ഭാഗം കൂടി ഇക്കാര്യത്തിൽ കേൾക്കണമായിരുന്നു. മാത്രമല്ല, രാജി മുൻകൂറായി നൽകിയിരുന്നു. ആ രാജി സ്വീകരിക്കാതെ അയോഗ്യനാക്കിയത് ശരിയായ നടപടിയല്ല എന്നും കോടതി വ്യക്തമാക്കി. അയോഗ്യനാക്കാൻ സ്വീകരിച്ച നടപടികൾ നിയമവിരുദ്ധം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ചെയ്യാവുന്നത് പി.സി. ജോർജ് സമർപ്പിച്ചിരിക്കുന്ന രാജിക്കത്തിന്മേൽ നിയമാനുസൃതമായ നടപടി, സ്പീക്കർക്ക് സ്വീകരിക്കാവുന്ന നിയമാനുസൃത നടപടി ഇനി സ്വീകരിക്കാം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ പി.സി. ജോർജിന് ഒരു വലിയ നേട്ടം ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഇനി സ്പീക്കർക്ക് കൃത്യമായി നൽകിയിരിക്കുന്ന രാജിക്കത്ത് സ്വീകരിക്കുക മാത്രമാണ് സ്പീക്കറുടെ മുമ്പിലുള്ള പോംവഴി. ഏതായാലും സ്പീക്കർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി രാഷ്ട്രീയ പ്രേരിതമാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ നിയമങ്ങളും ലംഘിച്ചാണ് എന്നൊരാക്ഷേപമാണ് പി.സി. ജോർജ് കോടതിയിലും മുൻപ് പരസ്യമായും ഉന്നയിച്ചിരുന്നത്. ആ ആരോപണങ്ങൾ ശരിയാണെന്ന് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ പി.സി. ജോർജ് പറഞ്ഞ ആരോപണങ്ങൾ കോടതി... സാലി, ഒരു നിമിഷം തുടരുക. ശ്രീ പി.സി. ജോർജ് തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ പി.സി. ജോർജ്, ഒടുവിൽ താങ്കൾക്ക് നീതി ലഭിച്ചിരിക്കുന്നു. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് കോടതി ശരിവച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പി.സി. ജോർജ് എം.എൽ.എ. ആണ്. തീർച്ചയായിട്ടും അതിന് കാരണം നിയമാനുസൃതം ഉള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം നിയമമനുസരിച്ചാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരത്തെ ഒരു വിധിയുണ്ട്, നിയമപ്രകാരമുള്ള അന്വേഷണം നടന്നത്. അത് തള്ളിക്കളഞ്ഞ് നിയമവിരുദ്ധമായ അന്വേഷണം ഒരു കമ്മിറ്റി പോലും വെക്കാതെ പാർഷ്യലായി ഉമ്മൻചാണ്ടി പറഞ്ഞതനുസരിച്ച് നമ്മുടെ പോലീസ് അസോസിയേറ്റ് ഒരു ഉണ്ണിയുണ്ട്, അയാളുടെ സഹോദരനാണ് ശാർഗധരൻ എന്ന് പറയുന്ന നിയമസഭാ സെക്രട്ടറി. എന്ത് കുളത്തിലും എന്ത് വിവരക്കേടും അയാൾ ചെയ്യും. അയാൾ സെഷൻ ജഡ്ജി റാങ്കിലുള്ള ആളാണ് ഈ വൃത്തി കാണിക്കുന്നത്. അയാൾ പറഞ്ഞതനുസരിച്ച് ഉമ്മൻചാണ്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ വൃത്തികൾ മുഴുവൻ കാണിച്ചത്. വേറൊരു വലിയ മര്യാദ കൂടെ ഉണ്ടായി. ഞാൻ രാജിക്കത്ത് കൊടുത്തതാണ്. ആ രാജിക്കത്ത് സ്വീകരിക്കാനുള്ള നിയമം അനുസരിച്ച് സ്വീകരിച്ചേ മതിയാവും. അത് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് എന്നോട് പറഞ്ഞില്ല. 13-ാം തീയതി ഏറ്റവും വിധി പ്രഖ്യാപിക്കാമെന്ന് രാജിക്കത്ത് പിന്നെ മിണ്ടാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിന് മുമ്പിൽ ചെന്നപ്പം ഈ സ്പീക്കർക്ക് വേണ്ടി കൊടുത്ത സത്യവാങ്മൂലത്തിൽ എന്റെ രാജിക്കത്ത് റിജക്ട് ചെയ്തു എന്നും പറഞ്ഞ് കള്ള സത്യവാങ്മൂലം കൊടുത്തിരിക്കുക. ഇപ്പൊ വന്നിരിക്കുന്നത് സ്പീക്കറുടെ വിധി വന്നതോടുകൂടി ഇപ്പൊ എന്റെ രാജിക്കത്തുമില്ല, ഞാനിപ്പോ എം.എൽ.എ. ആ. അപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് രാജിക്കത്ത് സ്വീകരിക്കാതിരുന്നത് തെറ്റായിപ്പോയെന്നാണ്. അപ്പൊ ഇനി സ്പീക്കർ എന്നെ വിളിച്ചു വരുത്തി രാജിക്കത്ത് വേണ്ടോ എന്നുള്ള ഞാൻ തീരുമാനിക്കണം. ആ ഗതിയായി. ഇത് നിയമത്തിന്റെ വഴിക്ക് ഉമ്മൻചാണ്ടി പറയും. ഞാൻ അപ്പോഴും പറയും ഉമ്മൻചാണ്ടി പറയുന്നത് കളവാണ്. നിയമത്തിന്റെ വഴിക്കല്ല, നിയമത്തിന്റെ വഴിക്ക് പോകുന്നതോടൊപ്പം കുറെ സത്യവും നീതിയും ധർമ്മവും വേണമെന്ന് പറയും. ഉമ്മൻചാണ്ടിക്ക് അതില്ലല്ലോ. ഉമ്മൻചാണ്ടിയും കെ.എം. മാണിയും സ്പീക്കർ, ആ സ്പീക്കറെ പറ്റി നമ്മുടെ മാധ്യമ പ്രവർത്തകരായ ഒരു സുഹൃത്ത് വിളിച്ചത് ശപ്പൻ എന്ന. സ്പീക്കറെ ശക്തനല്ല, അയാൾ ഒരു ശപ്പനാന്ന് പറഞ്ഞു. അതുപോലും കേൾക്കേണ്ട ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി. അപ്പോ ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് വേണ്ടി കോടതി ഹാജരായ അഡ്വക്കേറ്റ് പി. രവീന്ദ്രൻ, അതുപോലെ നമ്മുടെ ലോ അക്കാദമി നാരായണൻ നായരുടെ മകൻ പ്രിയങ്കരനായ അറിയാലോ അദ്ദേഹം ഷൈജോ ഹസൻ, പിന്നെ ഒരു നാഗരാജൻ നാരായണൻ, ഇവരോടൊക്കെ പ്രത്യേക നന്ദിയുണ്ട്. പിന്നെ നിയമസഭാ സെക്രട്ടറിയെ ഡിസ്മിസ് ചെയ്യണമെന്ന് എന്റെ അഭിപ്രായം. ഈയരം വൃത്തികേടിന് മുഴുവൻ കൂട്ടി നിന്ന് കള്ളക്കച്ചവടം നടത്തി കള്ളസാക്ഷ്യം പറയുന്ന അയാളെ കോടതിയിൽ നിന്ന് അയാളെ നിയമസഭാ സെക്രട്ടറി സ്ഥാനം നീക്കം ചെയ്യാനുള്ള മര്യാദ സ്പീക്കർ കാണിക്കണം. അല്ലെങ്കിൽ സ്പീക്കറുമായിട്ടൊരു കോംപ്രമൈസിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല. അതോടൊപ്പം സ്പീക്കർ ഈ സ്ഥാനത്തിന് തുടരുന്നത് മാന്യതയല്ല. അയാള് ശപ്പൻ എന്ന് പേര് കേട്ട ഒരു സ്പീക്കർ കേരള നിയമസഭയ്ക്ക് അപമാനമാണ്. അതുകൊണ്ട് ആ സ്ഥാനത്ത് അങ്ങേരെ മാറണം എന്നാണ് എന്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ പി.സി. ജോർജ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാക്കി.